മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 5 അഞ്ചാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ മാത്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നല്ല പ്രതികരണം ഉണ്ടായതുകൊണ്ടാണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ സെക്കൻഡ് ചാപ്റ്റർ സംഖ്യാലോകം നമ്പർ വേൾഡ്, അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പറുകളെ കുറിച്ചിട്ടാണ്. നമ്പറുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ 38 ഇത് വായിക്കാൻ നിങ്ങൾക്കറിയാം. 243 243 വായിക്കാൻ നിങ്ങൾക്കറിയാം. 3549 3549. നിങ്ങൾ ഒരു നമ്പർ വായിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഡിജിറ്റ്, ഈ അക്കങ്ങൾ നോക്കുകയും ഈ അക്കത്തിന്റെ പ്ലേസ് എത്രയാണെന്ന് അറിഞ്ഞിട്ടുമാണ് നമ്മൾ ഓരോ നമ്പറും നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. അപ്പോൾ ഇപ്പം ഈ 38 എന്ന് പറയുമ്പോൾ 8 1-ന്റെയാണ്. 8 യൂണിറ്റ്, അതിന്റെ പ്ലേസ് 1 ആണ്. 310 ആണ്, അതിനെയാണ് 30 എന്ന് പറയുന്നത്. 243 എന്ന് പറയുമ്പോൾ 3 1-ന്റെ പ്ലേസ് ആണ്, 4 10-ന്റെ പ്ലേസ് ആണ്. അതാണ് 410 എന്ന് പറയുന്നത്. 200, ഓക്കെ, 100-ന്റെ കറക്റ്റ്. 243 മലയാളത്തിൽ പറയുമ്പോൾ 2 100, 40, 4 10, 3 3 1-നെയാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആകെ ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് 4 ഡിജിറ്റ് വരെ നമ്മൾ വായിക്കും. 3500, 49, 3000, 3500, 500, 410, 91. ഇത്ര നമ്മൾ വായിക്കും. ഇതിന് മുകളിൽ വരുന്ന നമ്പറും ചില കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റും. നോക്കിക്കോ, ഈ നമ്പറിനെ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കുക. അതെങ്ങനെയാണ് നമ്മൾ അറിയാ? 1, 10, 100, 1000, 10000. ഇംഗ്ലീഷിലാണെങ്കിൽ 1, 10, 100, 1000, 10,000. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് വായിക്കുന്ന സമയത്ത് 12,702 എന്നാണ് വായിക്കുക. അതായത് 12,702 എന്ന് വായിക്കും. അതായത് 2000 ഇവിടെ ഉണ്ട്. 1 എന്ന് പറയുന്നതിന്റെ പ്ലേസ് ഞാനിവിടെ എഴുതിയിട്ടില്ല. അതിന്റെ 1-ന്റെ പ്ലേസ് വരിക 10,000 വരും. അപ്പൊ 10,000 10,000 2,000 ഒന്നിച്ച് ചേർത്താണ് നമ്മൾ വായിക്കുക. എത്ര പറയാ? 12,000 എന്ന് പറയാ. ഓക്കെ, 702 702 എന്ന് പറയാം. അതിന് മുകളിലുള്ള നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക, എഴുതുക എന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ ഏറ്റവും വലിയ ഏത് നമ്പർ ആയി കഴിഞ്ഞാൽ വലിയ ഡിജിറ്റുകളുള്ള, കൂടുതൽ ഡിജിറ്റുകളുള്ള, അക്കങ്ങളുള്ള സംഖ്യകളുള്ള നമ്പേഴ്സിനെ എങ്ങനെ വായിക്കും, എഴുതും എന്നാണ് നമ്മൾ ആദ്യം ഇവിടെ പഠിക്കുന്നത്. അതിന് നമ്മൾക്ക് പരിചയമുള്ളത് നമുക്ക് ആദ്യം നോക്കാം. 1 ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, ഈ മലയാളം കുട്ടികൾക്ക് ഇവിടെ 1 എഴുതിയിട്ടുണ്ട്. 10 ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇതും അറിയുന്നതാണ്. 100 നിങ്ങൾക്ക് അറിയുന്നതാണ്. 100, 1000, 1000 എന്ന് വായിക്കും. ഇത്ര വരെ നിങ്ങൾക്ക് അറിയുന്നതാണ്. 1000-ന് മുകളിൽ വരുമ്പോ നോക്ക്, അതിന്റെ കൂടെ ഒരു സീറോയും കൂടെ വരികയാണ്. അപ്പൊ 10,000, 10,000 എന്ന് പറയും. ഇത്ര വരെ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്കെല്ലാം അറിയുന്നതാണ്. അതായത് 1000 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10,000, 1000 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10,000. അതിന്റെ കൂടെ ഒരു സീറോയും കൂടെ വരും. 1000-ന്റെ കൂടെ ഒരു സീറോയും കൂടെ വരും. അതിന്റെ മുകളിൽ എങ്ങനെയാണ് വായിക്കുക എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ 5th ഈ അധ്യായത്തില് 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ 10,000 കഴിഞ്ഞാൽ 10,000, 10,000 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ലാക്ക്. ക്ഷമിക്കണം, ലാക്ക് അതായത് ലക്ഷം. ലാക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് 10 ലാക്ക്. നോക്കൂ, 10 ലാക്ക്. അപ്പൊ ഇവിടെ വരുന്നത് 10 ലക്ഷം. 10 ലക്ഷം കഴിഞ്ഞാല് പിന്നെ വരുന്നതാണ് ക്രോർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോടി, 5 കോടി രൂപ, അല്ലെ? അങ്ങനെ പലതും പറയുന്നത്. കോടി എന്നുള്ള ഇഷ്ടം പോലെ പറയാറുണ്ട്. നമ്മുടെ പോപ്പുലേഷൻ പറയുന്ന സമയത്ത് എത്ര ക്രോഴ്സ് ആണ് നമ്മുടെ പോപ്പുലേഷനിൽ നോക്കി കേട്ടിട്ടുണ്ടാവും. അപ്പൊ വലിയ
നമ്പറുകളാണ് നമ്മൾ ഏതിൽ പറയാ, ക്രോറിൽ പറയാ. അപ്പൊ 1 തുടങ്ങിയിട്ട് ക്രോർ വരെ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്രോർ വരുന്ന ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. സീറോവിന്റെ എണ്ണം നോക്കിയിട്ടും ടോട്ടൽ ഡിജിറ്റ് നോക്കിയിട്ട് അക്കങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ വരുന്ന നമ്പേഴ്സുകൾ എങ്ങനെ റീഡ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ആദ്യം എന്റെ കുട്ടികൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ഓർഡറിൽ പഠിച്ചു വെക്കുക. 1, 10, 100, 1000, 10,000, lakh, 10 lakh, 1000, 10,000, lakh, 10 lakh. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ 1000, 10,000, ലക്ഷം, 10 ലക്ഷം. പിന്നെയാണ് എന്ത് വരുന്നത്, കോടി. ലക്ഷം കഴിഞ്ഞാൽ കോടി വരുന്നില്ല, ലക്ഷം കഴിഞ്ഞ് 10 ലക്ഷം കഴിഞ്ഞിട്ടാണ് കോടി വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്പറിനെ എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ നോക്ക്, 1, 10, 100 പ്ലേസ് ആണ് വായിക്കുന്നത്. 1, 10, 100, 1000, 10,000, പിന്നെ ഒരു ലാക്ക്, ലക്ഷം. മലയാളത്തിൽ പറഞ്ഞാല് 1, 10, 100, 1000, 10,000, ലക്ഷം. അപ്പൊ ഇത് വരുന്നത് ലാക്കിനാണ്. ഇംഗ്ലീഷ് ഞാൻ ആദ്യം വായിക്കാം. അപ്പൊ ഇത് ലാക്ക് ആണ്. അപ്പൊ എത്ര ലാക്ക് ഇത് വായിക്കുന്നത്? 3 ലാക്ക്. 3 THRE എഴുതണം. സമയത്തിന്റെ കുറവോടെ ഞാൻ എഴുതുന്നില്ല. 3 ലാക്ക്. പിന്നെ ഇത് പിന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ വായിക്കേണ്ടത് 2 10,000 എന്നല്ല എഴുതുക, ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് എഴുതുക. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട കുട്ടികളെ, വലിയ നമ്പർ വരുമ്പോൾ ഈ 3 നമ്പർ ഒരു സെറ്റ്, പിന്നെ വരുന്ന നമ്പർ വേറെയാണ്. നോക്ക്, ഇതും ഒരു സെറ്റ്, ഇത് ഒരു സെറ്റ്, ഇവിടെ ഇത് ഒരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്. പിന്നെ വരുന്ന നമ്പറുകളെല്ലാം ഈ രണ്ടെണ്ണം സെറ്റ് ആയിട്ട് എഴുതണം. 2, 2 വീതമുള്ള സെറ്റ് ആയിട്ട് എഴുതണം. അങ്ങനെയാണ് റീഡ് ചെയ്യുക. അപ്പോ ഇതെങ്ങനെയാണ് വായിക്കുക? 3 ലാക്ക് വരും. പിന്നെ ഇത് 2 10,000 ആണ്, 4,000 ആണ്. അത് രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മൾ എഴുതും 24,000. ഓക്കെ, 24,000. പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാം 382. 382 അത് നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്നതാണ്. ഓക്കെ, മലയാളത്തിൽ പറയുമ്പോ 3,24,000 24,000 വേഴ്സിൽ എഴുതും. 24,000. പിന്നെ എത്ര എഴുതും? 383 300. ഓക്കെ, 300 എത്ര? 82 എന്ന് എഴുതും. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു ഈ 3 എന്നുള്ളത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 3 ലാക്ക്. 3 എന്നുള്ളത് 3 ലക്ഷത്തി. ഓക്കെ, 3 ലക്ഷത്തി. 24 24 എഴുതും. TWENTY എന്ന് പറയുന്ന 24 എഴുതും. ഇത് 24 എഴുതും. അപ്പോഴെങ്ങനെയാണ് നമ്പർ വായിക്കാൻ പഠിച്ചതെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അവസാനത്തെ 3 നമ്പറിനെ ഒന്നിച്ചിട്ടാക്കുക. പിന്നെ വരുന്ന നമ്പറുകളിലെല്ലാം ഈ രണ്ടെണ്ണം വീതമുള്ള പേർ ആക്കിയിട്ട് മാറ്റുക. അപ്പൊ ഇവിടെ 2 എണ്ണം കഴിച്ച ബാക്കിയുടെ ഒന്നുണ്ട് അല്ലെ. 2, 4 ഒന്നിച്ചിട്ടാക്കിയ ബാക്കിയുടെ ഒറ്റ ഒന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, 41 ആക്കി കഴിഞ്ഞാൽ പിന്നെ 65 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും നോക്കാം. നോക്ക്, 1, 10, 100, 1000 ഇത് പഠിച്ചു വെക്കണം. 1, 10 ഈ ഓർഡറിൽ 1, 10, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്. ഈ 10 ലാക്ക് ഉണ്ട്, 5 ലാക്ക് ഉണ്ട്. അപ്പൊ ഇതെന്തായി മാറി? ഇത് ഒന്നിച്ചിട്ട് ഇതിൽ പറയും, ലാക്കിൽ പറയും. അപ്പൊ എത്ര ലാക്ക് വരും? 65 ലാക്സ്. 6 10 ലാക്ക് എന്ന് പറയുമ്പോൾ എത്ര? 60 ലാക്ക് ആയി. അതിന്റെ കൂടെ 5 ലാക്കും കൂടെ വരുമ്പോൾ 65 ലാക്ക്. അതുകൊണ്ടാണ് ഇതിനെ പെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് വായിക്കൽ എങ്ങനെയാ വായിക്കുക? 65 ലാക്ക് 41,672. അതായത് 65,41,672 എന്ന് വായിക്കും. ഓക്കെ, ഇങ്ങനെ ഈ അടിയിൽ വരിടുന്നതിന് പകരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്രങ്ങളിലൊക്കെ അറ്റ് ലാസ്റ്റ് നമ്പറിനെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കൊമയിടും. ഇങ്ങനെ ഒരു കൊമയിടും. ഈ കൊമയിട്ടാൽ എന്താ അർത്ഥം? ഏറ്റവും അവസാനത്തെ 3 എണ്ണം മുമ്പിലാണ് ഇടുക, ബാക്കിയെല്ലാം 2 എണ്ണം ഇടുക. അതിന്റെ അർത്ഥം അതെല്ലാം ഒന്നിച്ചിട്ട് വായിക്കണം എന്നിട്ടാണ്. ഓക്കെ, ഈ 3 നമ്പർ കഴിഞ്ഞ് പിന്നീട് വരുന്നതെല്ലാം വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ 3 നമ്പർ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് വായിക്കുന്നത് ഏതിലാണ്? ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. 1000 വായിക്കും.
പിന്നെ വായിക്കുന്നത് ഏതിലാണ്? പിന്നെ വായിക്കുന്നത് ലാക്കിൽ വായിക്കും. മലയാളത്തിൽ പറഞ്ഞാല് ഇതിന് മുമ്പിൽ വരുന്നത് ഏതിൽ വായിക്കും? 1000, എത്ര 1000 ഉണ്ടോ അതിൽ വായിക്കും. ഇതിൽ വായിക്കുമ്പോൾ ഏതിൽ വായിക്കും? ലക്ഷത്തിൽ വായിക്കും. അല്ലാതെ ഈ ലാക്ക് 10 ലാക്കിൽ ഒന്നിച്ചിട്ട് രണ്ടെണ്ണാക്കിയിട്ട് പറയില്ല, ഒന്നിച്ചിട്ടാണ് പറയാ. പിന്നെ വരുന്നത് ഉണ്ടെങ്കിൽ അതിന് ഏതിൽ പറയുന്നറിയോ? ക്രോർ, കോടി, കോടിയിലാണ് പിന്നെ പറയുക. അതും രണ്ടെണ്ണാക്കിയിട്ടുള്ളത് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്പർ ഞാൻ എഴുതാം. ഇപ്പൊ ഇത് ഞാനൊന്ന് വായിക്കാം. ഓക്കെ, നോക്കോ, ഇങ്ങനെ ഞാനൊരു നമ്പർ എഴുതുന്നു. ഇങ്ങനെ ഒരു നമ്പർ എഴുതി വെച്ചോ. അപ്പൊ എങ്ങനെ എഴുതി വായിക്കാം? അവസാനത്തത് 3 എണ്ണം, അവസാനത്തത് 3 എണ്ണം. ഓക്കെ, പിന്നെ 2 എണ്ണം, പിന്നെ 2 എണ്ണം, ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒറ്റൊന്ന് എഴുതും. അപ്പൊ ഇതിനെ വായിക്കാൻ നിങ്ങൾക്കറിയാം, 732 വായിക്കാൻ നിങ്ങൾക്കറിയാം. ഇതിനെ വായിക്കേണ്ടത് ഏതിലാണ്? 1000ലാണ് വായിക്കേണ്ടത്. ഇത് രണ്ടും ഒന്നിച്ചിട്ടാണ് വായിക്കേണ്ടത്. ഏതില്? 1000ൽ പറയണം. പിന്നെ ഇത് രണ്ടും ഒന്നിച്ചിട്ട് പറയണം. ഏതിൽ പറയണം? ലാക്കിൽ. സോറി, ഇത് രണ്ടും ഒന്നിച്ചിട്ടല്ല. ഏത് രണ്ടും? ഞാൻ എഴുതിയത് മാറിപ്പോയി. എങ്ങനെയാണ് വരിക? ഇത് രണ്ടും ഒന്നിച്ചിട്ട് ഏതിൽ പറയണം? 1000ൽ പറയണം. ഇത് രണ്ടും ഒന്നിച്ചിട്ട് ഏതിൽ പറയണം? ലാക്കിൽ പറയണം. ഇത് ഏതിൽ പറയണം? ക്രോറിൽ പറയണം. ഞാൻ ഇവിടെ മലയാളത്തിൽ താഴെ എഴുതാം. ഇത് പറയുന്നത് 1000 എന്ന് പറയുന്നതിൽ പറയണം. പിന്നെ ഇത് പറയുന്നത് ലക്ഷത്തി എന്ന് പറയുന്നതിൽ പറയണം. ഇത് കോടിയിൽ പറയണം. അപ്പൊ ഇതെങ്ങനെയാണ് വായിക്കുക? മലയാളത്തിൽ വായിക്കുക 5 കോടി. കോടി ഒറ്റന്നല്ലേ ഉള്ളൂ, 5 കോടി. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് വായിക്കേണ്ടത്. 23,46,000. പിന്നെ ഇത് നിങ്ങൾക്കറിയാം 732. ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. എങ്ങനെ വായിക്കും? 5 crore. 23 ഒന്നിച്ചിട്ട് ലാക്ക് പറയണം. 23 lakh 46,732. ഐഡിയ മനസ്സിലായല്ലോ? ഐഡിയ മനസ്സിലായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ വേറൊരു നമ്പർ ഞാൻ എഴുതാം. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെ വന്നു വെച്ചു. ഇത്ര വലിയ നമ്പർ വന്നു. അപ്പൊ നമ്പർ നിങ്ങൾ എന്താ ചെയ്യാം? അവസാനത്തെ 3 നമ്പർ ഇങ്ങനെ ഇട്ടോ, പിന്നെ 2 നമ്പർ ഇട്ടോ, പിന്നെ 2 നമ്പർ ഇട്ടോ, പിന്നെ 2 നമ്പർ. അപ്പൊ എന്താ വരിക? ഇത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാം. 051 എന്ന് പറഞ്ഞാൽ 51 വായിക്കും. ഇത് 1000ന്റെ സ്ഥലമാണ് അല്ലെ, 1000ത്തിന്റെ സ്ഥലമല്ലേ. ഇത് ലക്ഷത്തിന്റെ സ്ഥലമാണ്, ഇത് കോടിയുടെ സ്ഥലമാണ്. 1000, ലാക്ക്, ക്രോർ. നോക്ക്, ഇത് 1000, ഇത് ലാക്ക്, ഇത് ക്രോർ. രണ്ടെണ്ണല്ലേ ഉള്ളൂ, ക്രോർ. അപ്പൊ ഇതെങ്ങനെയാണ് പറയുക? നോക്ക്, വായിക്കൽ എങ്ങനെയാ വായിക്കാം? 23. നോക്കൂ, ഇതാണ് ഏറ്റവും വലുത്. 23 crore. പിന്നെയോ ക്രോസ്. പിന്നെ എത്ര വരിക? 65 lakh. പിന്നെന്താ വരിക? 43,000. പിന്നെന്താ വരിക? പിന്നെ 051 എങ്ങനെ വായിക്കാം? 51. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട്. അപ്പൊ മലയാളത്തിൽ എങ്ങനെ വായിക്കാം? 23 കോടിയിലല്ലേ വരുന്നത് ഏറ്റവും അവസാനത്തത്? കോടി. അപ്പൊ 23 കോടി എത്ര ലക്ഷം? 65 ലക്ഷം. 65 ലക്ഷം. 65 ലക്ഷത്തി. നമ്മൾ മലയാളത്തിൽ ലക്ഷത്തി എന്നൊക്കെ പറയും. ലക്ഷത്തിൽ ലക്ഷത്തി എന്നൊക്കെ പറയും. 65 ലക്ഷത്തി 43,051. 43,051. ഓക്കെ, 43,000 അല്ലെ 3000 അല്ലെ 3000. അത് കുഴപ്പമില്ല. 3051. ഓക്കെ, ഇതാണ് അതിന്റെ ഭാഷയിൽ പറയുക. അപ്പൊ എത്ര വരെ നമ്മളിപ്പോ പറഞ്ഞു? കോടി വരെയുള്ളത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും കോടിയിലെത്തിയ സംഖ്യ തീർന്നു. ഇല്ല, പിന്നെയും വലിയ സംഖ്യകളുണ്ട്. അപ്പോഴ് അതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ചുരുക്കെഴുത്തുണ്ട് മാത്സിൽ ഉപയോഗിക്കുന്നത്. അതെന്താണെന്നറിയോ? മില്യൺ. മില്യൺ എന്ന് പറഞ്ഞ പുതിയൊരു വാക്ക് ഉപയോഗിക്കും. ഈ മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? മലയാളത്തിലും മില്യൺ തന്നെയാണ് പറയാ, ഇംഗ്ലീഷിലും മില്യൺ തന്നെ. 10 ലക്ഷത്തിനെയാണ് മില്യൺ എന്ന് പറയാ.
10 ലക്ഷം. ലക്ഷത്തിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? ലാക്ക്. 10 lakhs, 10 ലക്ഷത്തിനെയാണ് എന്ത് പറയാ? മില്യൺ. ഒരു ചുരുക്കിയ മറ്റൊരു വാക്ക്. ഓക്കെ, ബില്യൺ. ബില്യണിനെ പറയാ 100 crores. ശ്രദ്ധിക്കണേ, ക്വിസിനൊക്കെ വരുന്ന ചോദ്യമാണ്. 100 കോടിക്ക് പറയുന്ന പുതിയൊരു വാക്കാണ് ബില്യൺ. പിന്നെ ഒരു വാക്കുണ്ട് ട്രില്യൺ. അതിനേക്കാളും വരിക 100 കോടിനെക്കാട്ടി മേലെ വരുന്ന നമ്പറിനെയാണ് പറയാ ട്രില്യൺ. അപ്പൊ ഇത് എത്രയാണെന്നറിയോ? 1000. ഇതെന്താ പറയാ? 1000 ബില്യൺ ആണ് എന്ത് വരിക? 1 ട്രില്യൺ വരിക. ബില്യൺ ഇംഗ്ലീഷിൽ എഴുതാം, ബില്യൺ മലയാളത്തിൽ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമല്ലോ. 10 ലക്ഷത്തിന്റെ ഒരു വാക്കാണ് മില്യൺ. 100 കോടിക്ക് പറയുന്ന വാക്കാണ് ബില്യൺ. പിന്നെ 1000 ബില്യൺ പറയുന്ന വാക്കാണ് എന്ത് വരിക? ട്രില്യൺ. ട്രില്യൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതും പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ചിട്ട് വെക്കുക. അപ്പൊ നമ്മൾ ഈ സംഖ്യ, അപ്പൊ ഇനിയും നമ്പർ കഴിഞ്ഞിട്ടില്ല, അതിന്റെ മുകളിലും ഉണ്ടാവും നമ്പർ. അങ്ങനെ ഏറ്റവും വലിയ നമ്പർ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോ, ഒരു മാത്തമാറ്റീഷ്യൻ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോ അയാള് ആ കുട്ടിയുടെ മറുപടി 1 ശേഷം 100 സീറോ ഇടുന്ന നമ്പർ എന്നാണ്. അപ്പൊ അതിനെ നമ്മൾ ഗൂഗിൾ നമ്പർ എന്നൊക്കെ പറയും. ഗൂഗിൾ. കുട്ടികൾ ഗൂഗിളിൽ നിന്ന് എടുത്തേ. ഈ ഗൂഗിൾ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഗൂഗിൾ. ഇത് ഏതാണെന്നറിയോ? ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഖ്യ, ഒരു നമ്പർ. എന്താണ്? 1 ശേഷം 100 സീറോ ഇടുന്ന നമ്പർ. നമുക്ക് വായിക്കാൻ പോലും ഒരിക്കലും ആവില്ല. 1 ശേഷം എത്ര സീറോ? 100. 100 പൂജ്യം ഇടുന്ന നമ്പറിനാണ് ഏറ്റവും വലിയ സംഖ്യയായിട്ട് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അത് ആ നമ്പറിനെയാണ് ഗൂഗിൾ നമ്പർ എന്ന് പറയാം കേട്ടോ. അത്രയും വലിയ ഒരു നമ്പർ. അപ്പൊ നമ്മൾക്ക് തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഇപ്പൊ അറിയേണ്ടത് ഈ കോടി വരെയുള്ള നമ്പറുകൾ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പഠിക്കണം. അതിന്റെ പ്രത്യേകതയാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ നമ്പേഴ്സ് വായിക്കാൻ എഴുതാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലാസ്റ്റ് 3 ഡിജിറ്റ് ഒന്നിച്ചിട്ട് വായിക്കേണ്ടത്. പിന്നീട് വരുന്നതെല്ലാം കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 2 2 2 സെറ്റ് ആക്കിയിട്ട് വായിക്കണം. ആ 3 ഡിജിറ്റിന്റെ 3 അക്കത്തിന് ഇപ്പുറം വരുന്നതിന് 1000 1000 പറയണം. പിന്നെ വരുന്നത് ലക്ഷത്തിൽ പറയണം, ലാക്കിൽ പറയണം. പിന്നെ വരുന്നത് ക്രോഴ്സിൽ പറയണം. ഓക്കെ, അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ എത്രയും വലിയ നമ്പർ നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത് അറിയോ? നമ്മൾ എഴുതുന്ന നമ്പറിന് 1 ഡിജിറ്റ് നമ്പേഴ്സ് ആകെ എത്ര എണ്ണം ഉണ്ട്? അതായത് ഒരക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് ഇതാണ്. ഒരക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് നിങ്ങൾക്കറിയാം. 1 മുതൽ 9 വരെ എഴുതുന്നതാണ് അല്ലെ. 1 to 9 വരെ നമ്മൾ എഴുതല്ലേ 1 ഡിജിറ്റ് നമ്പേഴ്സ്. അത് എത്ര ഉണ്ടാവുക? 1 മുതൽ 9 വരെ 9 ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഒരക്ക സംഖ്യകളുള്ളത് 9 എണ്ണമാണ്. ഇനി 2 ഡിജിറ്റ് നമ്പേഴ്സ്, അതിനെന്താ മലയാളത്തിൽ പറയാ? 2 അക്ക സംഖ്യകൾ. 2 അക്ക സംഖ്യകൾ എത്ര ഉണ്ടാവുക? ഏറ്റവും 10 മുതൽ 10 മുതൽ തുടങ്ങുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് 10 11 12. നിങ്ങൾക്ക് അറിയുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ എത്ര വരെ വരും? 99 വരെ, 99 വരെ. 100 വരില്ല, 100 വരില്ലല്ലോ, ഇല്ല. അപ്പൊ 10 മുതൽ 99 വരെ അത് എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. എന്തുകൊണ്ട്? നോക്കിക്കോ, അതിന്റെ കാരണം ഇതാ. 1 മുതൽ 9 വരെ 9 ഉണ്ട് ഇല്ലേ? അപ്പൊ 1 മുതൽ 99 വരെ എത്ര ഉണ്ടാവും? 1 മുതൽ ഈ 1 മുതൽ 1 2 9 പിന്നെ 10 11 12 99. 1 മുതൽ 99 വരെ 99 ഉണ്ടാവും. ആ 99 എണ്ണത്തില് 99 നമ്പേഴ്സ് വരുമ്പോ അതില് 9 നമ്പേഴ്സ് സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പൊ ആ ടോട്ടൽ ഉള്ളതിന് സിംഗിൾ ഡിജിറ്റിന്റെ നമ്പർ കുറച്ചാല് ബാക്കി കിട്ടുന്നത് ഡബിൾ ഡിജിറ്റ്, 2 ഡിജിറ്റില് 2 അക്കം ഉള്ളതായിരിക്കില്ലേ. അതുകൊണ്ടാണ് 90 വന്നത്. ഈ 90 കൂട്ടിയാൽ 99 വരെയുള്ളതായി. 1 മുതൽ 99 വരെയുള്ളതായി. ഇനി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 3 ഡിജിറ്റ് നമ്പേഴ്സ് 3 അക്ക സംഖ്യകളിൽ 900 900 ആണ് ഉള്ളത്. അത് 100 മുതൽ 999 വരെയുള്ളതാണ്. അപ്പൊ ഇത് ഓർമ്മിക്കാൻ വലിയ പണിയൊന്നുമില്ല. 1 ഡിജിറ്റ് നിങ്ങൾക്ക് അറിയാം 9 ആണ്. അതിന്റെ ഒരു 0 ഇട്ടാൽ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണായി. പിന്നെ അതിന്റെ കൂടെ വീണ്ടും ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം. അപ്പൊ ക്വിസിലൊക്കെ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പഠിക്കണം. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. 3 ഡിജിറ്റ് എന്നർത്ഥം 3 അക്ക സംഖ്യകൾ. ഓക്കെ, അത് ഓക്കെ അല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ 4th പഠിച്ച ചില കാര്യങ്ങളാണ് പറയുന്നത്.
135 ഈ 3 ഡിജിറ്റ് ഉപയോഗിച്ച് ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര സംഖ്യകൾ എഴുതാൻ കഴിയും? ഈ 3 എണ്ണം ഉപയോഗിച്ചിട്ട് എത്ര എണ്ണം എഴുതാൻ പറ്റും? ഈ 3 നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു സംഖ്യ നിങ്ങൾ എഴുതുന്ന ഏതായിരിക്കും? നോക്കൂ, 135 135 എഴുതാൻ പറ്റുമല്ലോ, 135 എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, പിന്നെ ഇത് മാത്രമേ ഇത് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ? അല്ല, പിന്നെ എങ്ങനെ എഴുതാൻ പറ്റും? 1 തന്നെ വെച്ചിട്ട് 5 3 എഴുതാം. 1 വെച്ചിട്ട് 3 5 എഴുതാം. 1 വെച്ചിട്ട് 5 3 എഴുതാം. 153 കറക്റ്റ് അല്ലേ? ഇത് എഴുതാൻ പറ്റും. ഇനി 1 ഇത് കഴിഞ്ഞു. ഇനി 1 വെച്ചിട്ട് ആവില്ലല്ലോ, ഇല്ല. പിന്നെ ആര് വെച്ച് തുടങ്ങാം? 300 വെച്ചിട്ട് തുടങ്ങാം. അപ്പൊ ബാക്കി ബാലൻസ് ആരായില്ലേ? 15 കറക്റ്റ്. 3 വെച്ചിട്ട് ബാക്കി 15. ഇനി 3 വെച്ചിട്ട് തന്നെ വീണ്ടും പറയാം 51. അപ്പൊ 3 ഇത് കഴിഞ്ഞു. സിമ്പിൾ, വളരെ സിമ്പിൾ. ഇനി അടുത്ത ആര് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? 5 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? 1 3. പിന്നെ 5 വെച്ചിട്ട് വീണ്ടും എഴുതാം 3 1. അപ്പൊ 135 വെച്ചിട്ട് എഴുതാൻ പറ്റിയ 3 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം ആയി. അതായത് 1 3 5 ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന എല്ലാ 3 അക്ക സംഖ്യകളുമായി റിപ്പീറ്റ് ചെയ്യാതെ, ഓക്കെ, ആവർത്തിക്കാതെ വരുന്ന നമ്പർ മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത്. അപ്പൊ എത്ര ആയി? നമുക്ക് 6 നമ്പേഴ്സ് ആയി. ഓക്കെ, ഇനി ഇത് നോക്ക്, 1357 വെച്ചിട്ട് എത്ര നമ്പേഴ്സ് എഴുതാൻ പറ്റും നോക്കിയാൽ. ആദ്യം നമുക്ക് 1 വെക്കാം, പിന്നെ 3 വെക്കാം, 5 വെക്കാം, 7 വെക്കാം. ഈ നമ്പർ ഉപയോഗിച്ചിട്ട് എഴുതുന്നതാണ്. ഓക്കെ, 135 എഴുതി. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്ക്, 1 3 അങ്ങനെ വെച്ചു, 5 7 എന്താക്കി എഴുതാം? 7 5 എഴുതിക്കൂടെ? 1 3 അങ്ങനെ വെച്ചു, 5 7 7 5 ആക്കി എഴുതി. അപ്പൊ 1 3 കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ എഴുതാം? 3. ഇനി 1 3 വെച്ച് കഴിഞ്ഞിട്ടതിന് ശേഷം ഇനി 1 5 വെച്ചിട്ട് എഴുതാം. 1 5 അടുത്തടുത്ത് വരട്ടെ. അപ്പൊ ആര് ബാക്കി? 3 7 ബാക്കി. ഇനി 1 7 അടുത്ത് വരട്ടെ. അപ്പൊ ആര് ബാക്കി വരില്ലേ? 1 5 വന്നിട്ട് 3 7, സോറി, 1 5 വന്നിട്ട് 3 7 ആയി. 1 5 വന്നിട്ട് തന്നെ 7 3 കൂടെ എഴുതാം. എഴുതിക്കൂടെ? 3 7 7 3 എഴുതാം. ഇനി എന്തായാലും എഴുതുക? 1 7 അടുത്തടുത്ത് വരട്ടെ. ബാക്കി നമുക്ക് ആരുണ്ട്? 1 7 അടുത്തടുത്ത് വന്നാൽ ബാക്കിയുള്ളത് 3 5. ഇനി ഈ 3 5 എങ്ങനെ എഴുതാം? 5 3 എഴുതാം. അപ്പൊ എന്താക്കി? 1 7 5 3 എന്ന് പറയുന്ന രീതിയിൽ വന്നു. ഇനി 1 നമുക്ക് എഴുതാൻ പറ്റില്ല. 1 തുടങ്ങാൻ ഇനിയില്ല. കാരണം എന്താ? ഇനി 1 വെച്ചിട്ട് ഏതെങ്കിലും ഒരു നമ്പർ തുടങ്ങുമ്പോൾ ഈ എഴുതിയ നമ്പറേ വരുള്ളൂ എങ്ങനെയായാലും. അപ്പൊ എത്ര എണ്ണം എഴുതാൻ പറ്റും? 1 വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എത്ര എണ്ണം? 6 എണ്ണം നമുക്ക് എഴുതാൻ പറ്റും. 1 2 3 4 5 6. ഞാൻ ഒന്നുകൂടെ ഇത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഇതേ നമ്പർ തന്നെ എഴുതാം. പിന്നെ എന്ത് ചെയ്യുന്നു? ഈ 1 3 അടുത്തടുത്ത് എഴുതിയിട്ട് ഈ 5 7 മാറ്റി എഴുതി. പിന്നെ അപ്പൊ 1 3 കഴിഞ്ഞു. പിന്നെ 1 3ക്ക് പകരം 1 5 അടുത്തടുത്ത് എഴുതി. അപ്പൊ 1 5 കഴിച്ച ബാക്കി ആരായില്ലേ? 3 7 അത് ഇവിടെ എഴുതി. പിന്നെ 3 7 എങ്ങനെ എഴുതാം? 7 3 എഴുതാം. 1 5 വെച്ചിട്ട് തന്നെ എഴുതാം. പിന്നെ 1 5 കഴിഞ്ഞു. പിന്നെ 1 7 വെക്കുമ്പോ ബാക്കി ആര്? 1 7 വെച്ച് 3 5 3 5. പിന്നെ 3 5 എങ്ങനെ എഴുതാം? 5 3 5 3. അപ്പൊ 1 7 5 3. 1 മുഴുവൻ കഴിഞ്ഞു. ഇനി 1 ആദ്യം വെച്ചിട്ടാണ് ഇത്ര എഴുതിയത് അല്ലെ? ഇനി ഇതേപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് 3 വെച്ചിട്ട് എഴുതിക്കൂടെ? 3 ഫസ്റ്റ് നമ്പർ ആക്കി എഴുതുക. 3 ഫസ്റ്റ് നമ്പർ ആക്കിയിട്ട് എഴുതുമ്പോൾ ഇതേപോലെ 6 എണ്ണം ഫസ്റ്റ് നമ്പർ 3 ആയിട്ട് വരും. എങ്ങനെ വരും നോക്ക്, 3 1 എഴുതാം. 5 7 ആദ്യത്തെ നമ്പർ എഴുതി. പിന്നെ 3 1 തന്നെ എഴുതാം. 7 5. പിന്നെ 3 5 3 1 2 കഴിഞ്ഞു കേട്ടോ. അപ്പൊ 3 5 എടുക്കുക. 3 5 എടുത്താൽ ബാക്കിയായി 1 7. 3 5 തന്നെ എടുക്കുക. 7 1. 3 5 കഴിഞ്ഞു. ഇനി ആരെടുക്കാം? 3 7 എടുക്കാം. 3 7 എത്ര ഉണ്ട്? 1 5. ഇനി 3 7 തന്നെ എത്ര വരും? 5 1 വരും. ഇനി അപ്പൊ 3 കഴിഞ്ഞു. ഇനി 5 നമുക്ക് എഴുതേണ്ടത്. ഒന്ന് നമ്മളൊന്ന് പോസ് ആക്കി. അപ്പൊ നമുക്ക് ഈ 6 എണ്ണം എഴുതിയതുപോലെ ഇതിന്റെ തുടക്കം 1 വെച്ചിട്ടാണല്ലോ, അതുപോലെ രണ്ടാമത്തെ ഡിജിറ്റ് 3 വെച്ചിട്ട് നമുക്ക് 6 എണ്ണം ഇതേപോലെ എഴുതാൻ പറ്റും. 4 ഡിജിറ്റ് നമ്പർ. ആ മൂന്നാമത്തെ 5 വെച്ചിട്ട് നമുക്ക് 6 എണ്ണം എഴുതാൻ പറ്റും. 7 വെച്ചിട്ടും 6 എണ്ണം എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ആകെ എത്ര എണ്ണം കിട്ടും? ഇത് 6 6 6 6. അപ്പൊ എത്ര? 4 6 4 × 6 24 നമ്പേഴ്സ് നമ്മൾക്ക് ഇവിടെ. ഇതിപ്പോ നമുക്ക് ആകെ 24 നമ്പേഴ്സ് എഴുതാൻ പറ്റും. ഇത് നമ്മൾക്ക് ഇപ്പൊ ആകെ 3 എണ്ണം വെച്ചിട്ട് എത്ര എണ്ണം എഴുതാൻ പറ്റി?
6 നമുക്ക് എഴുതാൻ പറ്റി. പക്ഷെ എഴുതി കണ്ടുപിടിക്കാതെ തന്നെ അതിന്റെ എണ്ണം എങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ഇനി കുട്ടികൾ അറിയേണ്ടത്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ 3 ഡിജിറ്റ് ആണുള്ളത്. 1 3 5 മൂന്നെണ്ണല്ലേ ഉള്ളത്. 3 എണ്ണം ഉണ്ടായതുകൊണ്ട് ആ 3-ൽ നിന്ന് തുടങ്ങിയിട്ട് 1 വരെ താഴോട്ട് എഴുതുക ഡിസെൻഡിങ് ഓർഡറിൽ അപ് ടു 1. 3 × 2 × 1 എത്ര കിട്ടും? 6. അപ്പൊ അതിന്റെ അർത്ഥം 6 നമ്പേഴ്സ് ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കൂ, 1 2 3 4 4 നമ്പേഴ്സ് അല്ലേ. അപ്പൊ 4-ൽ നിന്ന് 3 2 1 4 എന്ന് 1 വരെ ഡിസെൻഡിങ് ഓർഡറിൽ കുറച്ച് അവരോഹണ ക്രമത്തിൽ കുറച്ച് എഴുതിയാൽ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ നോക്ക്. 4 × 3 12, 12 × 2 24, 24 × 1 24, 4 12, 12 2 24, 24 1 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് 24 24 എന്ന് കിട്ടും. അത് തന്നെ ആയിരുന്നില്ലേ ഇവിടെ കിട്ടിയത്, 24 ആയിരുന്നില്ലേ. അപ്പൊ എത്ര ഡിജിറ്റ് തന്നാലും അത് ഉപയോഗിച്ചുകൊണ്ട് എത്ര നമ്പേഴ്സ്, എത്ര സംഖ്യകൾ എഴുതാൻ കഴിയും എന്നാണ് ചോദ്യം. എങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൽ എത്ര അക്കങ്ങൾ ഉണ്ട് നോക്കിയെടുക്കുക. അവിടുന്ന് മുതൽ താഴോട്ട് 1 വരെ എഴുതുക, 1 വരെ എഴുതുക, എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 5 നമ്പേഴ്സ് ആണെങ്കിലും അപ്പൊ 2 3 9 7 8 ഇപ്പൊ 5 നമ്പർ ഉണ്ട്. എത്ര നമ്പേഴ്സ് 5 ഡിജിറ്റ് നമ്പർ എഴുതാൻ പറ്റും എന്ന് ചോദിച്ചാൽ അർത്ഥം 5 നമ്പേഴ്സിൽ എഴുതും. 5 ആണ് 4 3 2 1 എന്നിട്ട് എന്ത് ചെയ്യാ, എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 120 കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നമുക്ക് കിട്ടി. നമ്പർ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ് ടു 1 എഴുതിയാൽ അത് പഠിച്ചല്ലോ, പഠിച്ചു. എന്നാൽ ഇതും കൂടെ ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം അവിടെ ക്ലിയർ ആവും. അതേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറുകളിൽ ഓർത്ത് കുട്ടികളെ, ഇതാ 1 3 5 ഉപയോഗിച്ചിട്ട് നമുക്ക് 6 എഴുതാൻ പറ്റിയല്ലോ. ഈ 1 3 5-ലത്തെ 5 ഒഴിവാക്കിയിട്ട് അവിടെ 0 വന്നു എന്ന് വിചാരിച്ചോ. 0 1 3 വന്നു കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് എഴുതാൻ പറ്റും? നമ്മൾ നേരത്തെ എഴുതിയ രീതി എന്താ, 0 ഫസ്റ്റ് നമ്പർ വെച്ചിട്ട് 2 എണ്ണം എഴുതി, 0 1 3 0 3 1. പിന്നെ 1 വെച്ചിട്ട് 3 0 1 0 3, 3 വെച്ചിട്ട് 3 1 0 3 0 1 എഴുതി. ഇവിടെ നോക്കുക, എത്ര 3 ഡിജിറ്റ് നമ്പർ എഴുതാൻ പറ്റുന്ന ചോദ്യം. എത്ര 3 അക്ക സംഖ്യകൾ എഴുതാൻ പറ്റും. അപ്പൊ ഇത് 3 അക്ക സംഖ്യയായിട്ട് കണക്കില്ല. ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്, 3 അല്ല. ഈ 0 1 3 എന്താ വായിക്കുക, 1 3 വായിക്കുള്ളൂ. 0 3 1 എന്താ വായിക്കുക, 3 1 വായിക്കുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് എത്ര 3 അക്ക സംഖ്യകൾ എഴുതാം, 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാം എന്നാണ് ചോദ്യമെങ്കിൽ ഇത് രണ്ടും അതിന്റെ ആൻസറിൽ വരില്ല. ബാക്കി എത്ര എണ്ണേ വരുള്ളൂ, 4 എണ്ണേ വരുള്ളൂ. ഓക്കെ, അത് കിട്ടാനുള്ള വഴി എന്താണെന്നറിയോ? നോക്ക്, ഇവിടെ 0 വരുമ്പോൾ 0 ഇല്ലാതെ എത്ര നമ്പർ ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ എഴുതുന്ന എന്താ, എത്ര നമ്പർ ഉണ്ട് നോക്കിയിട്ട് ആ നമ്പർ മുതൽ 1 വരെ എഴുതല്ലേ. അപ്പൊ 2 × 1 എഴുതും. അപ്പൊ 2 × 1 എത്രയാണ്, 2 ആണ്. എന്നിട്ട് ഈ 2 തന്നെ ഇവിടെ മുമ്പിൽ എഴുതിയാൽ ആൻസർ ആയി. അപ്പൊ 2 × 2 × 1 അപ്പൊ എത്ര കിട്ടും നമുക്ക്, 4. കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, ടെൻഷൻ അടിക്കണ്ട. ഈ 2 × 1 എഴുതുന്നത് മനസ്സിലായല്ലോ. ഇവിടെ 0 ഒഴിച്ച് ബാക്കി 2 നമ്പറാണ്, അതുകൊണ്ട് 2 × 1 എഴുതി. ഓക്കെ, പിന്നെ ഈ 2 എങ്ങനെ എഴുതുന്നതിലെ ചോദ്യം വരുന്നത്, അത് വരുന്നത് ഇവിടെ എത്രയാണോ ഫസ്റ്റ് നമ്പർ വരുന്നത് ആ ഫസ്റ്റ് നമ്പറിന്റെ മുമ്പിൽ ഇൻടു കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്ക്, 0 1 3 5 വെച്ചിട്ട് എത്ര നമ്പർ ഉണ്ടാക്കും എന്നാണെങ്കിൽ ഈ നമ്പർ ഒന്നും വരില്ലല്ലോ 4 ഡിജിറ്റ് നമ്പറിൽ. ഇത് ഉപയോഗിച്ചുകൊണ്ട് 4 ഡിജിറ്റ് നമ്പർ നേരത്താണ് 24 എണ്ണം എഴുതിയില്ലേ, 0 ഇല്ലാത്ത 24 എണ്ണം എഴുതിയില്ലേ, 24 എഴുതിയല്ലോ. അപ്പൊ ഇങ്ങനെ 0 വന്നു കഴിഞ്ഞാല് 0 വരുന്നത് എത്ര എണ്ണം അതിൽ നിന്ന് ഒഴിവാകും, 6 എണ്ണം. ഇതൊന്നും 4 ഡിജിറ്റ് നമ്പർ അല്ല. 0 1 3 5 വന്ന അത്ര 135 ആണ്. അപ്പൊ ഇതൊന്നും എന്തല്ല, 4 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പൊ 24 എണ്ണാണ്. 0 അല്ലെങ്കിൽ പ്ലീസ് ലിസൺ, 0 ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചു, 0-ന് പകരം വേറെ ഒരു ഡിജിറ്റ്, വേറെ ഒരു അക്കമാണ് എങ്കിൽ ഇത് എത്ര എണ്ണം വരും, 4 എണ്ണം വെച്ചിട്ട് 24 എണ്ണം വരും. പക്ഷെ 0 വരുമ്പോ ആദ്യ 0 വരുന്ന 6 എണ്ണം അതിൽ നിന്ന് ഒഴിവാകും. അപ്പൊ ഇവിടെ എത്രയാ വരിക, 24-ൽ നിന്ന് എത്ര എണ്ണം ഒഴിവാകും, ഇതെല്ലാം 3 ഡിജിറ്റ് നമ്പർ ആണ്. 6 എണ്ണം 0 വരുന്ന 6 എണ്ണം, മനസ്സിലായില്ലേ? ഈ 0 വരുന്ന 6 എണ്ണം ഇതിൽ നിന്ന് ഒഴിവാകും. അപ്പൊ എത്ര എണ്ണം കിട്ടും, 18 കിട്ടും. ഇങ്ങനെ പഠിക്കാൻ ചില കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ എളുപ്പ വഴി എന്താണെന്നറിയോ, 0 വന്നാല് 0 ഒഴിച്ചിട്ട് എത്ര നമ്പർ ഉള്ളത്, 3 നമ്പർ. അപ്പൊ 3 നമ്പർ ഉണ്ടായാല് 3 × 2 × 1 എന്ന് എഴുതാം. ഓക്കെ, പിന്നീട് 0 ഉണ്ടായത് കൊണ്ട് അതിന്റെ മുമ്പിൽ 3 തന്നെ കൊടുക്കുക. നോക്ക്,
ദാ 2 into 1 എഴുതി മുമ്പിൽ 2 എന്ന് എഴുതിയത് 0 വരുമ്പോഴുള്ള കേസ് മാത്രമാണ് ഇത്. ഓക്കെ, അപ്പൊ 3 into 2 into 1 എഴുതി. ഈ 3 വരാനുള്ള കാരണം എന്താ? 0 ഒഴിച്ചിട്ട് നമ്പർ എഴുതിയോണ്ട് 3 to 1. ഈ 3 വരാനുള്ള കാരണം എന്താ? ഈ 3 ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എത്ര ആൻസർ കിട്ടും നോക്കിക്കോ. ദാ 3 into 3 9, 2 18, എത്ര വരും? 80. 3 3 9, 9 into 2 18 എന്ന് പറയും ആൻസർ കിട്ടും. അപ്പൊ 0 വന്നാലുള്ള എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു. 0 ഇല്ലാതെ വന്നാലുള്ള എത്ര നമ്പേഴ്സ് എഴുതാൻ കഴിയുന്നുള്ളതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ.